Hi all, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് യൂസിങ് എലമെന്ററി ഓപ്പറേഷൻ ആണ്. ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് എലമെന്ററി ഓപ്പറേഷൻ യൂസ് ചെയ്ത് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ്. എലമെന്ററി ഓപ്പറേഷൻസ് എന്താണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. നമുക്ക് ഇനി എലമെന്ററി ഓപ്പറേഷൻ യൂസ് ചെയ്ത് ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഒരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്പർ ഓഫ് റോസ് നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആയിട്ട് വരുന്ന മെട്രിക്സ് ആണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. സപ്പോസ് എൻ്റെ എക്സാമ്പിൾസ് ആണ് 2x2 മെട്രിക്സ് ആകാം, 3x3 മെട്രിക്സ് ആകാം, 4x4 മെട്രിക്സ് ആകാം. അങ്ങനെ ഉള്ള മെട്രിക്സിനെയാണ് നമ്മൾ സ്ക്വയർ മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. നമുക്കിവിടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ളത് 2x2 മെട്രിക്സിൻ്റെയും 3x3 മെട്രിക്സിൻ്റെയും ഇൻവേഴ്സ് ആയിരിക്കും. എ എന്ന് പറഞ്ഞ സ്ക്വയർ മെട്രിക്സ് അതേ ഓർഡറിലുള്ള വേറൊരു സ്ക്വയർ മെട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതേ ഓർഡറിലുള്ള വേറൊരു സ്ക്വയർ മെട്രിക്സ് കിട്ടി ബി. എ എന്ന് പറഞ്ഞൊരു മെട്രിക്സിന്റെ സെയിം ഓർഡറിൽ വരുന്ന വേറൊരു മെട്രിക്സ് ബി ആണെങ്കിൽ എയും ബിയും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ എ ചെയ്ത് കിട്ടുന്നത് ഐഡന്റിറ്റി മെട്രിക്സിനോട് ഈക്വൽ ആണെങ്കിൽ എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ സെയിം ഓർഡറിൽ വരുന്ന വേറൊരു മെട്രിക്സായി ബി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നത് എ ഇൻറ്റു ബി. എ ഇൻറ്റു ബി എന്ന് പറയുന്നത് ബി ഇൻറ്റു എനോട് ഈക്വൽ ആണ്. ബി ഇൻറ്റു എ എന്ന് പറയുന്നതും ഐഡന്റിറ്റി മെട്രിക്സ് എ ബി എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും ഐഡന്റിറ്റി മെട്രിക്സിനോട് ഈക്വൽ ആണെങ്കിൽ എയുടെയും ബിയുടെയും ഓർഡർ സെയിം ആണ്. അത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നത് എ ഇൻറ്റു ബിയും ബി ഇൻറ്റു എ ചെയ്യുമ്പോൾ യൂണിറ്റി മെട്രിക്സ് ആണെങ്കിൽ ബി എന്ന് പറയുന്നതായിരിക്കും എയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ബി മെട്രിക്സ് ആയിരിക്കും. നമ്മൾ ഇൻവേഴ്സ് ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? എ റേസ് ടു -1 എന്നായിരിക്കും. സെയിം ഓർഡറിലുള്ള രണ്ട് മെട്രിക്സ് അത് എയും ബിയും ആയിട്ട് എടുക്കാം. എ ഇൻറ്റു ബി എന്ന് പറയുന്നതും ബി ഇൻറ്റു എ എന്ന് പറയുന്നതും ഒരു ഐഡന്റിറ്റി മെട്രിക്സിനോട് ഈക്വൽ ആണെങ്കിൽ എയുടെ ഇൻവേഴ്സ് ആയിരിക്കും ബി. എയുടെ ഇൻവേഴ്സ് ആയിരിക്കുമല്ലോ ബി. അതായത് എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഐയോട് ഈക്വൽ ആണ്. അല്ലെങ്കിൽ എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്ന് പറയുന്നത് ഐയോട് ഈക്വൽ ആണ് എന്നാണ്. ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡന്റിറ്റി മെട്രിക്സ്. ഐഡന്റിറ്റി മെട്രിക്സ് എന്താണ്? 2x2 ആണെങ്കിൽ 0 1 0 0 1 ആയിരിക്കും. 3x3 ആണെങ്കിൽ 1 0 0 0 1 0 0 0 1 ആയിരിക്കും. ഫസ്റ്റ് നമുക്ക് 2x2 മെട്രിക്സിന്റെ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം യൂസിങ് എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ. ലെറ്റ് എ ഇസ് ഈക്വൽ ടു മെട്രിക്സ് 2 4 -1 1. Then find the inverse of a using elementary transformation. ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് സ്റ്റെപ്പ് എ ഇസ് ഈക്വൽ ടു ഐ എ എന്ന് എഴുതുക. എ ഇസ് ഈക്വൽ ടു ഐ എ എന്ന് എഴുതുക. എ ഇസ് ഈക്വൽ ടു ഐ എ എന്ന് എഴുതുക. അതില്ല ഫസ്റ്റ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് 2 4 -1 1 ഈക്വൽ ടു ഐ എന്താണ്? നമ്മുടെ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഇവിടെ എ എന്ന് പറയുന്നത് 2x2 ആണ്. അപ്പോൾ ഐഡന്റിറ്റി മെട്രിക്സ് 1 0 0 ഇൻറ്റു എ എന്നുള്ളത് എ ആയിട്ട് തന്നെ എഴുതാം. ഓൾറെഡി പഠിച്ച എന്താണ്? എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്ന് പറയുന്നതും എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറയുന്നതും ഐയോട് ഈക്വൽ ആണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഈ എനെ ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന എനെ ഐഡന്റിറ്റി മെട്രിക്സ് ആക്കുക. എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്ത് ഈ മെട്രിക്സിനെ ഐ ആക്കുക. സെയിം ട്രാൻസ്ഫോർമേഷൻ നമ്മൾ റൈറ്റ് സൈഡിലും ചെയ്യണം. ഫൈനലി ഇവിടെ കിട്ടുന്ന മെട്രിക്സ് ഏതാണോ അതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് ചെയ്തു നോക്കാം. ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 0 0 1 ആണ്. നമുക്ക് ഉള്ള മെട്രിക്സും ഐഡന്റിറ്റി മെട്രിക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? ഫസ്റ്റ് എലിമെന്റ് എന്ന് പറയുന്നത് 1 ആണ്. നമുക്കിവിടെ എന്താണ്? 2 ആണ്. അപ്പോൾ 2നെ 1 ആക്കണം. 2നെ 1 ആക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? 1/2 × 2 എന്ന് പറയുന്നത് 1 അല്ലേ? അപ്പം നമുക്ക് 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്താണ്? R1 ചേഞ്ചസ് ടു 1/2 R1 എന്ന് എഴുതാം. ഓർ എന്താണ്? R1 ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. ഈ ഓപ്പറേഷൻ എന്താണ് പറയുന്നത്? ഫസ്റ്റ് റോനെ ഫുൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നാണ്. എന്താണ്? ഫസ്റ്റ് റോയിൽ 2 ആണ്. അപ്പോൾ 2 ഡിവൈഡ് ബൈ 2 1 വരും. 4 ഡിവൈഡഡ് ബൈ 2 2 വരും. സെക്കൻഡ് റോയ്ക്ക് ചേഞ്ച് ഇല്ല. അപ്പോൾ അത് അതേപടി എഴുതാം. ഈസ് ഈക്വൽ ടു സെയിം ഓപ്പറേഷൻ റൈറ്റ് സൈഡിലും ചെയ്യണം. അപ്പോൾ എന്താണ്? 1 ആണ്. 1 ഡിവൈഡഡ് ബൈ 2 1/2. 0 ഡിവൈഡഡ് ബൈ 2 0. സെക്കൻഡ് റോയ്ക്ക് ചേഞ്ച് ഇല്ല.
നമ്മളിവിടെ 1 ആക്കി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ആ കോളത്തിലെ ബാക്കി എലമെന്റ്സ് 0 ആക്കുക. ആ കോളത്തിൽ ബാക്കി എലമെന്റ് ഏതാ? -1 ആണ്. അപ്പോൾ -1 0 ആക്കുക. -1 0 ആക്കാൻ എന്ത് ചെയ്യണം? റോയിൽ -1 ആണ്. ഫസ്റ്റ് റോയിൽ നമ്മൾ 1 ആക്കി. -1നെ നമുക്ക് 1 ആയിട്ട് ആഡ് ചെയ്താൽ ആൻസർ 0 ആകത്തില്ലേ? എന്താണ്? R2 ചേഞ്ചസ് ടു R2 പ്ലസ് R1. R2 പ്ലസ് R1 എന്താണ്? ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ച് ചെയ്യില്ല. സെക്കൻഡ് റോ എന്ന് പറയുമ്പോൾ -1 പ്ലസ് 1 0 വരും. 1 പ്ലസ് 2 3 വരും. സെയിം ഓപ്പറേഷൻ റൈറ്റ് സൈഡിലെ മെട്രിക്സിലും ചെയ്യണം. അപ്പോൾ എന്താണ്? ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ച് ചെയ്യും. അപ്പോൾ 1/2 0 10 0 ആണ്. അപ്പോൾ 0 പ്ലസ് 1/2 1/2 10 1 പ്ലസ് 0 1. അടുത്ത സ്റ്റെപ്പ് എന്താണ്? സെക്കൻഡ് കോളത്തിലെ ഏത് എലമെന്റ് ആണ് 1 ആക്കേണ്ടത്? ഈ എലമെന്റ് അല്ലേ? A22 ആണ് നമുക്ക് 1 ആക്കേണ്ടത്. അപ്പം ഈ 3നെ 1 ആക്കണം. 3നെ 1 ആക്കാൻ എന്ത് ചെയ്യണം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. R2ലെ എലമെന്റ് ആയ 3നെയാണ് 1 ആക്കേണ്ടത്. അപ്പോൾ R2 ചേഞ്ചസ് ടു R2 ഡിവൈഡഡ് ബൈ 3 വരും. ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ 1 2 0 ഡിവൈഡഡ് ബൈ 3 0 and 3 divided by 3 1 is equal to എന്താണ്? ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ച് ഇല്ല. 1/2 0 10 എന്താണ്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1/2 ഡിവൈഡഡ് ബൈ 1/2 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. അപ്പോൾ എന്ത് വരും? എത്രയായിരിക്കും? 1/6 ആയിരിക്കും ആൻസർ വരുന്നത്. 1/6 1 ഡിവൈഡഡ് ബൈ 3 അപ്പോൾ എത്രയാണ്? 1/3 ഇൻറ്റു A. അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമ്മളിപ്പോൾ 1 ആക്കിയത് ഏത്? A22 എന്ന് പറഞ്ഞ എലമെന്റ് ആണ്. അപ്പോൾ ഇനി സെക്കൻഡ് കോളം, ആ കോളത്തിലെ ബാക്കി എലമെന്റ്സ് 0 ആക്കണം. ബാക്കി എലമെന്റ് ഏതാണ്? 2 ആണ്. ആ 2നെ നമുക്ക് 0 ആക്കണം. അപ്പോൾ എന്ത് വരും? R1 ചേഞ്ചസ് ടു R1ലാണ് 2 എടുക്കുന്നത്. അപ്പോൾ R1 ചേഞ്ചസ് ടു R1 എന്ത് ചെയ്താൽ നമുക്ക് 2 എന്നുള്ളത് 0 ആകും? 2 - 2 വന്നാലാണ് 0 ആകുന്നത്. അപ്പോൾ എന്താണ്? 2 R1 എഴുതി. R1 മൈനസ് 2 വരണമെങ്കിൽ എന്താണ്? R2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ. നമ്മൾ ആ 1 ആക്കിയത് എവിടെയാണ്? R2 എന്ന് പറഞ്ഞ റോയിലാണ്. തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ 1 ആക്കി. അപ്പോൾ എന്താണ്? 2 ഇൻറ്റു R2 ചെയ്യുക. 2 ഇൻറ്റു R2 വരും. 2 - 2 ഇൻറ്റു 1 എന്ന് വരും. 2 - 2 ഇൻറ്റു 1 0 ആയിരിക്കും. ഫസ്റ്റ് റോയ്ക്കാണ് ചേഞ്ച് ഉള്ളത്. എന്താണ്? 1 - 2 ഇൻറ്റു 0 1 തന്നെ വരും. 2 - 2 ഇൻറ്റു 1 0 വരും. 0 1 is equal to എന്താണ്? 1/2 minus 1/2 minus 2 into 1/2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ് ഏതാ? 1/6. അപ്പോൾ 2 into 1/6 അപ്പോൾ എന്ത് വരും? 1/2 into അപ്പോൾ എന്ത് വരും? 2 6 ക്യാൻസൽ ചെയ്യുമ്പോൾ എന്താണ്? 3 വരും. 1/3 1/2 minus 1/3 അത് എത്രയാണ്? 3 minus 2/6 എന്ന് വരും. 3 minus 2 1 1/6 എന്ന് വരും. ആൻസർ 1/6 ആയിരിക്കും. ഇനി അടുത്ത എലമെന്റ് ഏതാണ്? 0 ആണ്. അപ്പോൾ 0 minus 2 into അതിന്റെ കറസ്പോണ്ടിങ് R2ലെ എലമെന്റ് ഏതാണ്? 1/3. 0 minus 2 into 1/3 എന്ന് പറഞ്ഞാൽ 2/3. അപ്പോൾ അത് വരും -2/3 ആയിരിക്കും. ആൻസർ -2/3. സെക്കൻഡ് റോയ്ക്ക് ചേഞ്ച് ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ്? 1/6 1/3 ഇൻറ്റു A. അപ്പോൾ നമുക്കിവിടെ ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടിയില്ലേ? Y is equal to P കിട്ടിയ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? A ഇൻവേഴ്സ് ആയിരിക്കും. ഈ ഫോം അതുകൊണ്ട് തന്നെ നമ്മുടെ A ഇൻവേഴ്സ് എന്താണ്? A ഇൻവേഴ്സ് is equal to 1/6 minus 2/3 1/6 1/3. ഇവിടെ മെട്രിക്സ് A എന്ന് പറഞ്ഞ മെട്രിക്സ് 2 4 -1 1 എന്നായിരുന്നു. അതിനെ എന്താണ് ചെയ്തത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? A is equal to IA എന്ന് എഴുതി. അതിൽ ഫസ്റ്റ് എയും ഐയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എന്താണ്? 2 4 -1 1 is equal to 1 0 0 1 A. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? നമ്മൾ ഐഡന്റിറ്റി മെട്രിക്സ് ഈ എനെ ഐഡന്റിറ്റി മെട്രിക്സ് ആക്കുക. എലമെന്ററി ഓപ്പറേഷൻ യൂസ് ചെയ്ത് ഈ എനെ നമ്മൾ ഐഡന്റിറ്റി മെട്രിക്സ് ആക്കുക. അപ്പോൾ ഐഡന്റിറ്റി മെട്രിക്സ് ആകണമെങ്കിൽ ഫസ്റ്റ് എലമെന്റ് എന്താണ്? 1 ആകണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ആ ഫസ്റ്റ് എലമെന്റിനെ 1 ആക്കുക എന്നാണ്. ഇവിടെ 2 ആയിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു.
നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ആ കോളത്തിലെ ബാക്കി എലിമെന്റ്സ് 0. A12 എന്നുള്ള എലിമെന്റ് 0 ആക്കുക. A12 എന്നുള്ള എലിമെന്റ് 0 ആക്കാൻ നമ്മൾ ഏതാണ്? നമ്മുടെ തേർഡ് ഓപ്പറേഷൻ ആണ് യൂസ് ചെയ്തത്. അടുത്ത സ്റ്റെപ്പ് എന്താണ്? A22 എന്നുള്ളത് 1 ആക്കുക. അതായത് അടുത്ത കോളത്തിലെ ഏത് എലിമെന്റ് ആണോ 1 ആക്കേണ്ടത് അതിനെ 1 ആക്കുക. ബാക്കി എലിമെന്റ്സ് ആ കോളത്തിലെ ബാക്കി എലിമെന്റ്സ് 0 ആക്കുക. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ്. ഫൈനലി നമുക്ക് എത്ര കിട്ടി? A ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/6 - 2/3 1/6 1/3 എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മെട്രിക്സ് 2 - 3 - 1 2 ആണ്. ഇതിന്റെ ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? A is equal to IA എന്ന് എഴുതുക. A is equal to IA. സബ്സ്റ്റിറ്റ്യൂട്ട് എന്താണ്? A എന്ന് പറഞ്ഞാൽ എന്താണ്? 2 - 3 - 1 2 is equal to I എന്ന് പറഞ്ഞാൽ എന്താണ്? 1 0 0 1 A. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമുക്ക് ഇതിനെ ഐഡന്റിറ്റി മെട്രിക്സ് ആക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് ഈ എലമെന്റിനെ 1 ആക്കുക. ഈ എലമെന്റിനെ 1 ആക്കാൻ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ R1 changes to R1 divided by 2. R1 changes to R1 divided by 2 ചെയ്യുമ്പോൾ എന്ത് വരും? മെട്രിക്സ് 2/2 1 വരും. -3 divided by 2 -3/2 R2 ന് ചേഞ്ച് ചെയ്യില്ല. അപ്പോൾ അതേപോലെ എഴുതാം. equal to ഇവിടെയും ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ച് ഉണ്ടല്ലോ. എന്താണ്? R1 divided by 2 ആണ്. അപ്പോൾ 1 divided by 2 1/2 0 divided by 2 0. സെക്കൻഡ് റോയ്ക്ക് ചേഞ്ച് ഇല്ല. അപ്പോൾ അതേപോലെ എഴുതാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മളിവിടെ 1 ആക്കി ദെൻ ആ കോളത്തിലെ ബാക്കി എലമെന്റ്സ് 0 ആക്കണം. അപ്പോൾ -1നെ 0 ആക്കാൻ എന്താണ്? -1 + 1 ആണ്. നമുക്ക് 1 ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ എന്താണ്? R2 changes to R2 + R1. എന്ത് വരും? 1 -3/2. ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ച് ഇല്ല. സെക്കൻഡ് റോ -1 + 1 0 വരും. അടുത്തത് എന്താണ്? സെക്കൻഡ് റോയിലുള്ളത് 2 ആണ്. അപ്പോൾ 2 + 2ന് കറസ്പോണ്ടിങ് R1ന്റെ എലമെന്റ് ഏതാണ്? -3/2. അപ്പോൾ എന്ത് വരും? 4 - 3/2 എന്ന് വരും. 4 - 3 1/2 വരും. ആൻസർ 1/2 is equal to R1ന് ചേഞ്ച് ഇല്ല. അപ്പോൾ അതേപടി എഴുതാം. R2ൽ എന്താണ്? 0 ആണ്. 0 + R1ലെ കറസ്പോണ്ടിങ് എലമെന്റ് 1/2. 0 + 1/2 1/2 വരും. R2ലെ എലമെന്റ് ഏതാണ്? 1 1 + 0 എന്ന് വരും. അപ്പോൾ എത്രയാണ്? 1 വരെ ഇൻറ്റു A. അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമുക്ക് ഈ എലമെന്റ് A22നെ 1 ആക്കണം. A22 എന്ന് പറയുന്നത് 1/2. അതിനെ 1 ആക്കാൻ എന്താണ്? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ എന്താണ്? അല്ലെങ്കിൽ 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എന്താണ്? R2 changes to R2 divided by 1/2. അപ്പോൾ എന്ത് വരും? 1 - 3/2. R1ന് ചേഞ്ച് ഇല്ല. 0 divided by 1/2 0. 1/2 divided by 1/2 1 is equal to R1 ചേഞ്ച് ഇല്ല. 2 divided by 1/2 1. 1 divided by 1/2 എത്രയാണ്? 2 വരും ഇൻറ്റു A. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? 1 ആക്കിയത് എവിടെയാണ്? A22 ആണ്. അപ്പോൾ ആ കോളത്തിലെ ബാക്കി എലമെന്റ് 0 ആക്കണം. അതായത് -3/2നെ 0 ആക്കണം. എന്താണ്? R1 changes to R1. -3/2നെ 0 ആക്കണമെങ്കിൽ +3/2 വരണം. അപ്പോൾ R1 + 3/2 ഇൻറ്റു നമ്മൾ തൊട്ട് മുമ്പ് 1 ആക്കിയ എവിടെയാണ്? R2. അപ്പോൾ 3/2 R2 എന്ത് വരും? 1 0 0 1 is equal to 1/2 plus 3/2 into R2 corresponding element ഏതാ? 1. 1/2 plus 3/2 എന്ന് വരും. അത് എത്രയാണ്? 4/2 2 വരും. അടുത്ത എന്താണ്? 0 ആണ്. 0 plus 3/2 into corresponding element ഏതാണ്? 2 ആണ്. 2 into ക്യാൻസൽ ചെയ്യുമ്പോൾ എന്താ വന്നു? 3 വന്നു. 3 സെക്കൻഡ് റോയ്ക്ക് ചേഞ്ച് ചെയ്യില്ല. അപ്പം 1 2. A ഇൻവേഴ്സ് എത്രയായിരിക്കും? 2 3 1 2 ആയിരിക്കും A ഇൻവേഴ്സ് വരും. 2 3 1 2 ആയിരിക്കും A ഇൻവേഴ്സ്. നമുക്ക് 3/3 മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം നോക്കാം. Let A is equal to matrix 1 1 1 0 1 3 1 -2 1. Then find A inverse using elementary transformation. 0 1 3 1 -2 1. Find inverse ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? A is equal to IA
നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ എന്താണ് 1 1 1 0 1 3 1 minus 2 1 1 0 0 0 1 0 0 0 1 a. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? a11 എന്നുള്ളത് 1 ആക്കണം. a11 ഇവിടെ ഓൾറെഡി 1 അല്ലേ, അപ്പോൾ നമുക്കൊന്നും ചേഞ്ച് ചെയ്യണ്ട. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് കോളത്തിലെ ബാക്കി എലമെന്റ്സ് എല്ലാം 0 ആക്കണം. a21 എന്നുള്ള എലമെന്റ് ഓൾറെഡി 0 ആണ്, അപ്പോൾ നമുക്കൊന്നും ചെയ്യണ്ട. അടുത്ത സ്റ്റെപ്പ് എന്താണ്? a31 എന്നുള്ളത് 0 ആക്കണം. ഇവിടെ ഓൾറെഡി എന്താണ് നടക്കുന്നത്? 1 ആണ്. 1നെ 0 ആക്കണമെങ്കിൽ 1 മൈനസ് 1 വരണം. അപ്പോൾ എന്താണ്? r3 ചേഞ്ചസ് ടു r3 മൈനസ് r1. അപ്പോൾ എന്ത് വരും? 1 1 1 0 1 3 1 minus 1 0 minus 2 minus 1 minus 3 1 minus 1 0 is equal to 1 0 0 0 1 0. r3 minus r1 ചെയ്യുമ്പോൾ എന്താണ്? 0 minus 1 minus 1 0 minus 0 0 1 minus 0 1. സ്റ്റെപ്പ് എന്താണ്? a22 എന്നുള്ളത് 1 ആക്കണം. a22 ഇവിടെ ഓൾറെഡി 1 അല്ലേ, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? സെക്കൻഡ് കോളത്തിലെ ബാക്കി എലമെന്റ്സ് 0 ആക്കണം. അപ്പോൾ ഈ 1ഉം മൈനസ് 3യും 0 ആക്കണം. അപ്പോൾ എന്താണ്? 1 എന്നുള്ളത് r1ലാണ്. അപ്പോൾ r1 1 മൈനസ് 1 ആണ് 0. അപ്പോൾ r1 മൈനസ് r2. r3യിൽ ഏതാണ്? r3യിൽ മൈനസ് 3 ആണ്. അപ്പോൾ r3 പ്ലസ് മൈനസ് 3 പ്ലസ് 3 ആണ് 0. അപ്പം r3 പ്ലസ് 3 r2. r1 എന്താണ്? r1 മൈനസ് r2 1 മൈനസ് 0 1 1 മൈനസ് 1 0 1 മൈനസ് 3 മൈനസ് 2. r2ന് ചേഞ്ച് ഇല്ല. 0 1 3. r3 എന്താണ്? r3 പ്ലസ് 3 r2. അപ്പോൾ 0 പ്ലസ് 3 ഇൻറ്റു 0 0. ദെൻ മൈനസ് 3 പ്ലസ് 3 ഇൻറ്റു 1 0 0 പ്ലസ് 3 ഇൻറ്റു 3 9. എന്ത് വരും? r1 എന്ന് പറഞ്ഞാൽ r1 മൈനസ് r2 1 മൈനസ് 0 1 0 മൈനസ് 1 മൈനസ് 1 0 മൈനസ് 0 0. r2നെ ചേഞ്ച് ഇല്ല. അപ്പോൾ 0 1 0. അടുത്ത എന്താണ്? r3 ആണ്. r3 എന്താണ്? മൈനസ് 1 പ്ലസ് 3 ഇൻറ്റു കറസ്പോണ്ടിങ് r2 എന്താണ്? 0. അപ്പോൾ മൈനസ് 1 പ്ലസ് 0 മൈനസ് 1 വരും. അടുത്ത എന്താണ്? 0 ആണ്. 0 പ്ലസ് 3 ഇൻറ്റു കറസ്പോണ്ടിങ് r2 1 ആണ്. 3 ഇൻറ്റു 1 എന്തായാലും 3 വരും. അടുത്ത എന്താണ്? 1 ആണ്. പ്ലസ് 3 ഇൻറ്റു കറസ്പോണ്ടിങ് r2 ഏതാണ്? 0 ആണ്. അപ്പോൾ 1 പ്ലസ് 3 ഇൻറ്റു 0 1 പ്ലസ് 0 1 വരും. a3 എന്നുള്ളത് 1 ആക്കണം. a33 ഇവിടെ എത്രയാണ്? 9 ആണ്. അതിനുള്ളത് 1 ആക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്താണ്? r3 ചേഞ്ചസ് ടു 3 ഡിവൈഡഡ് ബൈ 9. അപ്പോൾ എന്ത് വരും? 1 0 മൈനസ് 2 0 1 3 0 0 1 1 minus 1 0 0 1 0. r3നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്താണ്? മൈനസ് 1 ബൈ 9. 3 ഡിവൈഡഡ് ബൈ 9 1 ബൈ 3 1 ഡിവൈഡഡ് ബൈ 9 1 ബൈ 9. c3യിലെ ബാക്കി എലമെന്റ്സ് 0 ആക്കണം. മൈനസ് 2നെ 0 ആക്കണം, 3നെ 0 ആക്കണം. അപ്പോൾ എന്താണ്? മൈനസ് 2 പ്ലസ് 2 ആണ് 0. അപ്പോൾ എന്താണ്? r1 ചേഞ്ചസ് ടു r1 പ്ലസ് 2 എവിടെയാണ് നമ്മൾ 1 ആക്കി? r3യിലാണ്. അപ്പോൾ 2 r3. r2 ചേഞ്ചസ് 3 ആണ്. 3 മൈനസ് 3 ആണ് 0. അപ്പോൾ r2 മൈനസ് 3 1 ആക്കി എവിടെയാണ്? r3. അപ്പോൾ r2 മൈനസ് 3 r3 എന്ത് വരും? 1 0 0 0 1 0 0 0 1 is equal to എന്താണ്? r1 plus 2 r3. r1 ഇവിടെ എത്രയാണ്? 1 1 plus 2 into corresponding r3 എത്രയാണ്? മൈനസ് 1 by 9. എന്ത് വരും? 1 മൈനസ് 2 into മൈനസ് 1 മൈനസ് 2. മൈനസ് 2 by 9. അപ്പോൾ 1 മൈനസ് 2 by 9 9 മൈനസ് 2 7 by 9 വരും. 7 by 9. ഇനി അടുത്ത എലമെന്റ് ഏതാണ്? മൈനസ് 1 ആണ്. മൈനസ് 1 പ്ലസ് 2 into corresponding r3 element 1 by 3. So minus 1 plus 2 by 3 എന്ന് വരും. 3 plus 2 എന്ന് വരും. minus 1 by 3. minus 1 by 3. r1ൽ അടുത്ത എലമെന്റ് ഏതാണ്? 0. 0 plus അതിന്റെ corresponding element 1 by 9. അപ്പോൾ 0 plus 2 into 1 by 9. 2 into 1 2.
2/9. അടുത്ത എന്താണ്? R2നെ ചേഞ്ച് ചെയ്യണം. R2ലെ ഫസ്റ്റ് എലമെന്റ് ഏതാണ്? 0. 0 മൈനസ് 3 ഇൻറ്റു കറസ്പോണ്ടിങ് ആ 3 എലമെന്റ് -1/9. മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവ് ആവും. 3/9. 3/9 വരുമ്പോൾ എന്താണ്? 3. 1/3 ആയിരിക്കും ആൻസർ. 1/3. അടുത്ത എലമെന്റ് ഏതാണ്? 1 ആണ്. 1 മൈനസ് 3 ഇൻറ്റു 1/3. 3/3 1 ആണ്. 1 മൈനസ് 1 0 വരും. അടുത്ത എലമെന്റ് ഏതാണ്? 0 ആണ്. 0 മൈനസ് 3 ഇൻറ്റു കറസ്പോണ്ടിങ് എലമെന്റ് ഏതാണ്? 1/9. 3 ഇൻറ്റു 1/9 എത്രയാണ്? 1/3 ആണ്. മൈനസ് 1/3 ആയിരിക്കും. മൈനസ് 1/3. ഇനി R3ക്ക് ചേഞ്ച് ഉണ്ടോ? ഇല്ല. അപ്പോൾ മൈനസ് 1/9/3 1/9. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടിയില്ലേ? അതുകൊണ്ട് തന്നെ A ഇൻവേഴ്സ് എത്രയായിരിക്കും? A ഇൻവേഴ്സ് ഈസ് ഇക്വൽ ടു 7/9 മൈനസ് 1/3 2/9 1/3 0 മൈനസ് 1/3 മൈനസ് 1/9 1/9. A ഇൻവേഴ്സ് എന്ന് പറയുന്നത് 7/9 മൈനസ് 1/3 2/9 1/3 0 മൈനസ് 1/9 1/3 1/9 ആയിരിക്കും. ഒരു 2/2 മെട്രിക്സിനെയാണ് നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? A11 എന്നുള്ളത് 1 ആക്കുക. ഇവിടെ 1 ആക്കുക. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ എലമെന്റ് അതായത് A21 എന്നുള്ള എലമെന്റ് 0 ആക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് A21 എന്നുള്ളത് 0 ആക്കുക. അടുത്ത സ്റ്റെപ്പ് ഏതാണ്? കോളത്തിൽ A22 എന്നുള്ളത് 1 ആക്കുക. A22 എന്നുള്ളത് 1 ആക്കുക. അടുത്ത സ്റ്റെപ്പ് എന്താണ്? A12 എന്നുള്ളത് 0 ആക്കുക. അപ്പം ഒരു 2/2 മെട്രിക്സ് ആണ്. അതിൻ്റെ ഇൻവേഴ്സ് എലമെന്റ് ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഫസ്റ്റ് A11 എന്നുള്ളത് 1 ആക്കുക. ദെൻ എന്താണ്? 21 എന്നുള്ളത് 0 ആക്കുക. A22 എന്നുള്ളത് 1 ആക്കുക. A12 എന്നുള്ളത് 0 ആക്കുക. ഒരു 3/3 മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? A11 എന്നുള്ളത് 1 ആക്കുക. A11 എന്നുള്ളത് 1 ആക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ എന്ത് ചെയ്യുക? ആ കോളത്തിൽ ബാക്കി എലമെന്റ്സ് 0 ആക്കുക. എന്താണ്? A21 0 ആക്കുക. A31 0 ആക്കുക. അടുത്ത സ്റ്റെപ്പ് എന്താണ്? സെക്കൻഡ് കോളത്തിൽ ഏത് എലമെന്റ് ആണ് 1 വരുന്നത്? A22 ആണ് 1 വരുന്നത്. അപ്പോൾ ഇതിനെ 1 ആക്കുക. ഇവിടെ നേരെ ഇങ്ങോട്ട് A22 എന്നുള്ളത് 1 ആക്കുക. കോളത്തിൽ ബാക്കി എലമെന്റ്സ് 0 ആക്കുക. അപ്പോൾ ഇതും 0 ആക്കുക. A22നെ 1 ആക്കുക. സെക്കൻഡ് കോളത്തിൽ ബാക്കി എലമെന്റ്സ് 0 ആക്കുക. അതായത് A12നെയും A32നെയും 0 ആക്കുക. അത് കഴിഞ്ഞിട്ട് എന്താണ്? അടുത്ത സ്റ്റെപ്പ് A33 എന്നുള്ളത് തേർഡ് കോളത്തിൽ 1 ആയിട്ട് വരുന്നത് ഏതാണ്? A33 ആണ്. അപ്പോൾ A33 എന്നുള്ളത് 1 ആക്കുക. A33 എന്നുള്ളത് 1 ആക്കുക. തേർഡ് കോളത്തിലെ ബാക്കി എലമെന്റ്സ് 0 ആക്കുക. തേർഡ് കോളത്തിലെ ബാക്കി എലമെന്റ്സ് 0 ആക്കുക. ഇതായിരിക്കും സ്റ്റെപ്പ്. 2/2 മെട്രിക്സ് ആണെങ്കിൽ എന്താണ്? A11 1 ആക്കുക. A21 0 ആക്കുക. ദെൻ എന്താണ്? A22 എന്നുള്ളത് 1 ആക്കുക. ദെൻ A12 എന്നുള്ളത് 0 ആക്കുക. 3/3 ആണെങ്കിൽ ഫസ്റ്റ് ഏത് കോളത്തിലാണ്? ഫസ്റ്റ് കോളത്തിൽ 1 ആക്കേണ്ട എലമെന്റ് 1 ആക്കുക. അതായത് A11 1 ആക്കുക. ബാക്കി എലമെന്റ്സ് 0 ആക്കുക. സെക്കൻഡ് കോളത്തിൽ 1 ആക്കേണ്ട എലമെന്റ് ഏതാണ്? A22 ആണ്. അപ്പോൾ A22 1 ആക്കുക. ബാക്കി എലമെന്റ്സ് 0 ആക്കുക. തേർഡ് കോളത്തിൽ ഏത് എലമെന്റ് ആണ് 1 ആക്കേണ്ടത്? A33 ആണ്. അപ്പോൾ A33 1 ആക്കുക. ബാക്കി എലമെന്റ്സ് 0 ആക്കുക. ഇതാണ് എലമെന്ററി റോ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്ത് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. താങ്ക് യു ഓൾ.